എന്നെ ഒരുത്തൻ കൂടെ കിടക്കാൻ വിളിച്ചതോ അതും പാർട്ടിയുടെ ആണോ? എന്നെ ഒരുത്തൻ കൂടെ കിടക്കാൻ വിളിച്ച പാർട്ടിയുടെ ആണോ? 5-ാം തീയതി വന്ന് എന്റെ ക്യാബിൻ പൊളിച്ച് അകത്ത് കയറാൻ നോക്കിയതിനു ശേഷമാണ് ഞാനിത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്ന് വരെ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല എന്നല്ല. ഈ എന്നെയും എന്റെ അമ്മയും നീ കൂടെ വാന്ന് വിളിച്ച സമയത്ത് ഞാൻ മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ അധികാരികളോട് കേസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ SHO പറഞ്ഞത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കേസ് എടുക്കും, അവിടെ കാത്തു നിന്ന് ഞാൻ വരുന്ന സമയപ്പോ പെട്രോൾ എടുക്കട, തീപ്പെട്ടി എടുക്കട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഭീകര അന്തരീക്ഷം ഇവര് സൃഷ്ടിച്ചു. നിന്നെ കയറി പിടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നീ കൂടെ കിടന്നില്ലല്ലോ, അങ്ങനായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ ശ്യാംലാൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പല കഥകളും അവിടെ ഉണ്ട്. അയാൾ ഗുണ്ടയാണ്. ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്ന വണ്ടിയിൽ ബോംബ് വെക്കും, എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ആൾക്കാരെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് പേടിയാണ്. നമസ്കാരം. കേരളത്തിൽ ഒരു സംരംഭകന് വളരാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ അനുമതി നൽകില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ പുറത്തു വരികയാണ്. അതായത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്ക് സമീപമുള്ള കേരള അക്കാദമി ഓഫ് ഫാർമസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 2 വിഷയത്തോളം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചില ആളുകളുടെ ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വിനയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാനേജർ രംഗത്ത് വരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്ന് വിനയ തന്നെ വ്യക്തമാക്കും. വിനയ, എന്താണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് KSUവിന്റെ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അവർ KSUവിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് എന്നാണ് പറയുന്നത്. പൊതുവെ നമുക്ക് കോളേജസിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. കുട്ടികളുടെ പാരന്റ്സിന് വരാം, അല്ലെങ്കിൽ അവർക്ക് പ്രിൻസിപ്പളിനോട് സംസാരിക്കാം. ഇവിടെ കണ്ടുവരുന്നത് കുട്ടികളുടെ എന്ത് പ്രശ്നം വന്നാലും, അതിപ്പോ കുട്ടികൾ അറ്റൻഡൻസ് ഇല്ലാത്തതായിരിക്കാം. ഈ ഇടയ്ക്ക് നമ്മുടെ കോളേജിൽ തന്നെ ഒരു കുട്ടി അവരുടെ യൂണിവേഴ്സിറ്റി അവരുടെ ബോർഡ് എക്സാമിന് ടീച്ചറിന്റെ സിഗ്നേച്ചർ സ്വന്തമായിട്ടിട്ട് അത് പുറത്തുനിന്ന് വന്ന് എക്സ്റ്റേണൽ അത് പിടിച്ച ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ പോലും ഈ KSUവിന്റെ ആൾക്കാർ വിളിച്ച് ടീച്ചേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇതെന്തിനു പ്രശ്നമാക്കി. അപ്പൊ ഒരു കുട്ടി പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ KSUവിന്റെ ആൾക്കാരെന്ന് പറയുന്ന ഒരു 10ഓളം പേരുണ്ട്. ഇവരുടെ സ്ഥിരം ഇര എന്ന് പറയുന്നത് നമ്മുടെ കോളേജാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയെ കൈവച്ച് മതിൽ ചാടി അല്ലെങ്കിൽ ഗേറ്റ് തകർത്ത് അകത്ത് വന്ന് 80% സ്ത്രീകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവരെ വന്ന് കൈ വെക്കുക, അടിക്കാൻ ഓങ്ങുക, അസഭ്യം പറയുക, കൂടെ കിടക്കാൻ വിളിക്കുക, ഇങ്ങനെയുള്ളൊരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇത് ശരിക്കും എപ്പോഴാണ് ഒരു പ്രശ്നം തുടങ്ങുന്നത്? ഇത് ഏകദേശം 2025 ഫെബ്രുവരിയിലാണ് ഇതിന്റെ നേതാവായിട്ടുള്ള ശ്യാംലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നത്. ആ സമയത്ത് ഒരു കുട്ടിയുടെ അഡ്മിഷൻ ക്യാൻസലേഷൻ വിഷയവുമായിട്ട് ഇയാൾ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊതുവെ തേർഡ് പാർട്ടീസിനെ ഞാൻ കാണാറില്ല. കാരണം കുട്ടിയുടെ പാരന്റ് കുട്ടിയാണ് നമുക്ക് മാറ്റർ ആയിട്ടുള്ളത്. അപ്പൊ ഈ പാരന്റ് കുട്ടി വന്ന സമയത്ത് ചെയർമാൻ സ്ഥലത്തില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവർ ഈ ശ്യാംലാലിനെ അപ്രോച്ച് ചെയ്യുകയും ശ്യാംലാൽ അന്നേരം കോളേജിലേക്ക് വരികയാണ് ചെയ്തത്. ആ സമയത്ത് ശ്യാംലാല് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളെടുത്ത് പോലും ഭയങ്കരമായിട്ട് തർക്കിച്ച് ചില അസഭ്യ വാക്കുകൾ പറഞ്ഞ്, നീ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം, നിനക്ക് എന്താണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താല് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കുറെ ചീത്തകളൊക്കെ വെച്ചിട്ട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ഒരാളെടുത്ത് ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇയാളുമായിട്ടാണ് വരുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് പ്രവേശനവും ഞാൻ നിഷേധിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇയാള് വന്ന് അന്ന് ഗേറ്റ് തകർത്ത് അകത്ത് കയറുകയും ഞാൻ അന്ന് മാറനല്ലൂർ പോലീസ് സ്റ്റേഷനെ സമീപിച്ച് ഞാൻ അന്ന് പോയ സമയത്ത് ഒരാൾ എന്റെ കൂടെ വിടണം, പ്രിൻസിപ്പളും ചെയർമാനും ഇല്ല, ഒരു ലേഡിയായ ഞാനാണിത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ സമയത്ത് അവര് ജീപ്പ് ഇല്ലാത്തത് കൊണ്ട് പോലീസിനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ ഒരു മുട്ടാപ്പോക്ക് ന്യായീകരണം അവര് പറഞ്ഞ സമയത്ത് ഞാൻ കാറിലാണ് പോയത്, എന്റെ വണ്ടിയുണ്ട്, സാറ് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ, എനിക്കൊരാൾ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു സാറിനെയും കൊണ്ട് പോവായിരുന്നു. ആ പോയ സമയത്ത് ശ്യാംലാലിന് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പോലീസ് ഉണ്ട്, കുട്ടിയുടെ പാരന്റ് ഉണ്ട്, തേർഡ് പാർട്ടിയോട് ഞാൻ സംസാരിക്കില്ല. അന്നത്തെ ആ പ്രശ്നം അങ്ങനെ പോലീസിന്റെ മധ്യസ്ഥതയിൽ പിന്നീട് പരിഹരിക്കാമെന്ന് പറഞ്ഞു പോവുകയും ഇതേ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു BJPയിലുള്ള പഴയ ഒരു മെമ്പർ, ഒരു 60-62 വയസ്സൊക്കെ ഉള്ള ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വന്ന സമയത്ത് വളരെ മാന്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. പാർട്ടി നോക്കിയിട്ടല്ല, ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളെന്നുള്ള നിലയിലും എൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ചത് ആ മനുഷ്യൻ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റുകാരും അവിടെ പല കാര്യങ്ങൾക്കും വരാറുണ്ട്, അവരും വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ശ്യാംലാൽ എന്ന് പറഞ്ഞ വ്യക്തിയും ഇയാളുടെ പാർട്ടി ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വരുമ്പം തന്നെ അസഭ്യ വാക്കുകൾ ചൊരിയാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൂ. അപ്പൊ ഈ BJPയുടെ നേതാവ് വന്ന സമയത്ത് ഞാൻ അത് സംസാരിക്കുകയും, കുട്ടികളുടെ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്ന ആള് ഞാനല്ല, ചെയർമാനാണ്.
ചെയർമാന് മാസത്തിലൊരിക്കൽ അങ്ങനെ വന്നു പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ സാറിനോട് ഈ പുള്ളിയായിട്ട് കണക്ട് ചെയ്യിപ്പിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ KSUവിന്റെ പ്രവർത്തകനായ അയാൾ വന്നപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തില്ല എന്നും BJP പ്രവർത്തകൻ വന്നപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതുമായിരുന്നു ഇയാൾക്ക് എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു ശത്രുത വരാനുള്ള മെയിൻ റീസൺ. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നം ഈ കഴിഞ്ഞ 17-ാം തീയതി 2 ദിവസം മുന്നേ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 2 രാഷ്ട്രീയ പ്രവർത്തകര് 2 അയാളുടെ കൂടെയുള്ള KSU പ്രവർത്തകർ എന്റെ ഗേറ്റിന്റെ അവിടെ നിർത്തിയത് വരെയുള്ള കാര്യങ്ങളായതിനു ശേഷമാണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുവരെ എനിക്ക് പേടിയായിരുന്നു. ഇപ്പം ഇയാള് പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസിന്റെ മുമ്പിൽ വെച്ച് വരെ എന്നെ എന്റെ അമ്മയും അയാളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ തരിപ്പ് മാറ്റിത്തരാം, എന്റെ ഉള്ളത് സാധനമാണ്, നീ അങ്ങനെയുള്ള ആണുങ്ങളുടെ സാധനം കണ്ടിട്ടില്ലായിരിക്കും, ഇങ്ങനെയൊക്കെയാണ് അയാൾ സംസാരിക്കുക. അത്രയും വരെ സംസാരിച്ചപ്പോ പോലും ഈ SHO എന്ന് പറയുന്ന ആളും SI കിരൺ, SHO ഷിബു, ഇവർ രണ്ടുപേരും മാറനല്ലൂർ സ്റ്റേഷനിലെ ആൾക്കാരാണ്. അവരിത് കേട്ടോണ്ട് നിൽക്കുകയാണ്. ഞാൻ അവരോട് സാർ ഇത് കേൾക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞ അവൻ നിന്നൊക്കെ ഒരു പിടിക്കുവോ, നീ അവന്റെ കൂടെ കിടക്കുവോ ചെയ്തില്ലല്ലോ, അപ്പം നോക്കാവുന്നതാണ്. എന്തിനാണ് ജാതി പറഞ്ഞത്? എന്തിനാണ് ജാതി പറഞ്ഞത്? എന്തിനാണ് ജാതി പറഞ്ഞത്? എന്തിനാണ് ജാതി പറഞ്ഞത്? ആര് ജാതി പറഞ്ഞത്? എന്ത് ജാതി പറഞ്ഞത്? എന്ത് ജാതി പറഞ്ഞത്? ശരി ശരി ശരി, നിങ്ങൾ കേസെടുക്കും. ഈ എന്നെ ഇങ്ങനെ വിളിച്ചതിന്റെ അന്ന്, ഇത് വിളിക്കുന്നതിന് തൊട്ട് മുന്നേ എന്നെ സുമോ, ഞങ്ങളുടെ കോളേജിന്റെ വണ്ടി, AC പോലും ഇല്ലാത്ത വണ്ടിയിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം ഏകദേശം 5-5:30 മണി വരെ എന്നെ അതിൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആ പൂട്ടിയിട്ടിട്ടാണ് ഈ ചുറ്റും നിന്ന് എൻ്റെ അടുത്ത് അനാവശ്യം പറഞ്ഞതും. ഇതെല്ലാം കേട്ടുകൊണ്ട് കാഴ്ചക്കാരായിട്ട് മാറനല്ലൂർ സ്റ്റേഷനിലെ ആൾക്കാർ, ലേഡി കോൺസ്റ്റബിൾസ് ഉൾപ്പെടെ അവർ മാറി നിൽപ്പുണ്ടായിരുന്നു. അന്നേ ദിവസം DYSP സാറ് വന്ന് അത് ഇടപെട്ടിട്ടാണ് എനിക്ക് വെള്ളം പോലും കുടിക്കാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. അപ്പൊ ആ പ്രശ്നം വരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, കാരണം എനിക്ക് പേടിയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു SIയുടെ SHOയുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പോലും അവരനങ്ങുന്നില്ല. അപ്പൊ എനിക്ക് ന്യായം കിട്ടത്തില്ല എന്ന് തന്നെയായിരുന്നു എന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഏകദേശം ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ആരോട് ഷെയർ ചെയ്യാണ്ട് എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല. ഇവരെന്നെ പല സ്ഥലത്തും പിന്തുടർന്ന് വരുന്നു. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ പിന്തുടർന്ന് വരും. അവിടെ ബാസിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, ഏകദേശം നമ്മുടെ കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ ഇവൻ ഉണ്ടാവും. അപ്പൊ എനിക്കൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 17-ാം തീയതി പ്രിൻസിപ്പളിനെ കാണാൻ വന്നിട്ട് പോലും എന്നെ കാണണമെന്നും ഞാൻ അതിൽ ഇടപെടേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞിട്ടും അവിടെ കാത്തു നിന്ന് ഞാൻ വരുന്ന സമയം പെട്രോൾ എടുക്കണം, തീപ്പെട്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഭീകര അന്തരീക്ഷം ഇവര് സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ഇത് ഇനിയും റിയാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയതും. എനിക്കും ജീവിക്കണമല്ലോ, കാരണം ഈ ശ്യാംലാൽ പറയുന്നത് ഞാൻ ഈ കോളേജിൽ ഉള്ളിടത്തോളം കാലം അവൻ വീണ്ടും തിരിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എന്റെ ബേസിക് ആയിട്ടുള്ള അവകാശമാണ്. അമ്പലത്തിൽ പോവുക, പുറത്തിറങ്ങി നടക്കുക എന്നുള്ള, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പൊ എനിക്കിവിടെ ജീവിക്കണം. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിലിപ്പോ വിദ്യാർത്ഥികളുടെ കുട്ടികൾ കാണുന്നുണ്ടാവുമല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ കുട്ടികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കുട്ടികളിലും ഞാനുമായിട്ട് പ്രത്യേകിച്ച് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ കുട്ടികളുടെ അവരുടെ ഇപ്പൊ ഇന്റേണൽ ഇഷ്യൂ ആയാലും ഔട്ട്സൈഡുള്ള ഇഷ്യൂ ആയാലും ഞാൻ അതില് മറുപടി പറയാനോ ഉള്ള ഒരാളല്ല. അവരുടെ അൾട്ടിമേറ്റ് അതോറിറ്റീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പളും ചെയർമാനും ആണ്. പക്ഷേ ഈ പാർട്ടിക്കാരിങ്ങനെ കാണിക്കുമ്പം കുട്ടികൾക്കൊരു ഹീറോ പരിവേഷമാണ് ഇയാളെ പലരിലും കാണുന്നത്. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്ത്രീകളെയൊക്കെ പറഞ്ഞിട്ട് പോലീസ് വരെ പേടിച്ച് മാറി നിൽക്കുന്ന വരുമ്പോ ഒബ്വിയസ്ലി ഇവരൊക്കെ അവരുടെ മുമ്പിൽ ഹീറോസ് ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ അവരുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? കുട്ടികളോട് എന്നോട് ദേഷ്യം ഉണ്ടാവണം. കാരണം ഇപ്പൊ സാറിന്റെ അഭാവത്തിൽ, ചെയർമാൻ സാർ ഇല്ലാത്തപ്പോ അവിടെയുള്ള റൂൾസും റെഗുലേഷൻസും എല്ലാം തീരുമാനിക്കുന്ന സാറാണ്. പക്ഷെ എന്നിൽ ത്രൂ ആയിരിക്കും അത് പ്രിൻസിപ്പളിലോട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവരെന്തെങ്കിലും ഒരു മെസ്സേജ് ഇവർക്ക് വേണം, ഇവരെന്തെങ്കിലും ഒരു എൻക്വയറി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു മറുപടി കിട്ടുന്നത് എന്നിൽ ത്രൂ ആയിരിക്കും. കാരണം ഞാൻ അവിടെ മാനേജറായിട്ട് ഇരിക്കുകയും ഞാനാണ് ചെയർമാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഞാനും പ്രിൻസിപ്പളുമാണ്. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പോകുന്നുണ്ടായിരിക്കും. അതിലെ ശത്രുത ഉണ്ടോ എന്നുള്ള കാര്യം
എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുടെ മുന്നിൽ ഒരു ഹീറോ പരിവേഷം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇവര് തന്നെ എന്നെ കുട്ടികൾക്കെതിരായിട്ട് തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, കോളേജിന്റെ ഓണർ ഞാനല്ല. അപ്പൊ എങ്ങനെയാണ് എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക? അത് എല്ലാവർക്കും മനസ്സിലായി. ഞാനൊരു ശമ്പളക്കാരിയാണ്. അപ്പൊ എന്റെ അടുത്ത് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുന്നത്. അല്ലാണ്ട് ഞാൻ കുട്ടികളെ ഡയറക്ട്ലി വിളിച്ച് പറയൂ, അങ്ങനെ ഒരു എനിക്ക് അതിനുള്ള അധികാരം ഇല്ലല്ലോ. വിനയ ഇപ്പോ ആരോപണം ഉന്നയിക്കുന്ന ശ്യാംലാൽ എന്ന് പറയുന്ന ആള് ഒരു സാധാരണക്കാരനല്ല, മറിച്ച് ഇപ്പോഴും സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം, ഈ പറയുന്നത് പോലെ മറുവശത്തുള്ള പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടാണോ ഇത്തരത്തിലൊരു വിഷയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അതെ, അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ നവംബർ 5-നും 17-നും പിന്തുടർന്ന് വന്ന കാര്യങ്ങളും 17-ാം തീയതി എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെ ഞാൻ ഇറങ്ങുന്ന ഗേറ്റിന്റെ അവിടെ നിർത്തിയതും 5-ാം തീയതി വന്ന് എന്റെ ക്യാബിൻ പൊളിച്ച് അകത്ത് കയറാൻ നോക്കിയതിനു ശേഷമാണ് ഞാനിത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്ന് വരെ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല എന്നല്ല. ഈ എന്നെയും എന്റെ അമ്മയും നീ കൂടെ വാന്ന് വിളിച്ച സമയത്ത് ഞാൻ മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ അധികാരികളോട് കേസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ SHO പറഞ്ഞത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കേസ് എടുക്കും, നിന്നെ കയറി പിടിച്ചില്ലല്ലോ അല്ലെങ്കിൽ നീ കൂടെ കിടന്നില്ലല്ലോ, അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ ശ്യാംലാൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പല കഥകളും അവിടെ ഉണ്ട്. അയാൾ ഗുണ്ടയാണ്. ഇയാള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്ന വണ്ടിയിൽ ബോംബ് വെക്കും, എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ആൾക്കാരെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് പേടിയാണ്. അപ്പൊ പേടിച്ച് അരണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ ഈ 17-ാം തീയതി പെട്രോളുമായിട്ട് കത്തിക്കാനും കൂടി വന്ന സ്ഥിതിക്ക് എന്തായാലും അവരെന്നെ കൊല്ലൂന്ന് എനിക്ക് ഉറപ്പായി. അപ്പൊ ഇനിയിപ്പോ ജീവിക്കുമ്പോൾ ഞാൻ ഇച്ചിരി റിയാക്ട് ചെയ്ത് ജീവിക്കട്ടെ. ഇനി എത്ര നാൾ ഞാൻ കരഞ്ഞ് വീട്ടിലിരിക്കും? കാരണം എനിക്ക് ജീവിക്കണം. ഞാൻ പഠിച്ച് ജോലി വാങ്ങിച്ച് ആ ശമ്പളത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ബേസിക് റൈറ്റ് ആണ് ജോലിക്ക് പോവാന്നുള്ളത്. അപ്പം ഞാൻ എത്ര കമ്പനികൾ ഓടി രക്ഷപ്പെടണം? എനിക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം, അത് എന്റെ അവകാശമാണ്. അപ്പൊ അത് ഇയാള് വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഞാൻ പറയുന്നില്ലല്ലോ. അവിടെ BJP-ക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ABVP-ക്കാരും SFI-ക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും മാന്യമായി സംസാരിക്കാമെങ്കിൽ ഇയാൾക്കും മാന്യമായിട്ട് സംസാരിക്കാം. KSU-ക്കാരെ പേടിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് കേരളമല്ലേ, അല്ലാണ്ട് വേറൊരു സ്ഥലമല്ലല്ലോ. അതെന്ത് കേസ്? ഇപ്പൊ അതല്ലല്ലോ അതിനല്ലല്ലോ ഇവിടെ നമ്മൾ ചെയർമാൻ നെക്സ്റ്റ് വീക്ക് വരുന്നു പറഞ്ഞു. ഇൻഡിവിജ്വൽസിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ അധികാരമില്ല. ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ കോളേജ് ഹോൾഡ് ചെയ്യുന്നല്ലേ? കോളേജിന്റെ ഓണർ ചെയർമാനാണ്. ചെയർമാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാനാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് വന്നത്. അല്ല, ഇന്നിപ്പോ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്നേ. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്തു വന്നത്. നിങ്ങളല്ലേ ഇവിടെ പ്രശ്നം തുടങ്ങിയേ? അവർക്ക് കൂട്ടിരിക്കുന്ന എനിക്ക് കൂട്ടുന്ന ആവശ്യം. പാർട്ടി വിഷയം. അപ്പൊ ഒരുത്തൻ എന്റെ അടുത്ത് കൂടെ കിടക്കാൻ വിളിച്ചതോ? എന്നെ ഒരുത്തൻ കൂടെ കിടക്കാൻ വിളിച്ചതോ അതും പാർട്ടിയുടെ ആണോ? എന്നെ ഒരുത്തൻ കൂടെ കിടക്കാൻ വിളിച്ച പാർട്ടിയുടെ ആണോ? എനിക്കത് അറിയണ്ട. അടമണ്ടാവും. ഇത് കോളേജിന്റെ പ്രശ്നമാണ്. എന്നെ അവ എന്തിനാ കൂടെ കിടക്കാൻ വിളിച്ചേ? ഞാൻ ചോദിക്കുന്നത് താൻ മറുപടി പറ. ഇത് കോളേജിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ കോളേജിന്റെ കാര്യം സംസാരിക്കും. ശ്യാംലാൽ എന്റെ അടുത്ത് പറഞ്ഞു. എന്തായാലും നമുക്ക് കോളേജിന്റെ ചെയർമാനിലേക്ക് കൂടെ പോകാം. സാർ, ഈ പറയുന്നത് പോലെ ഒരു സ്ത്രീയാണ്. അപ്പോ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾ എന്ന് പറയുന്നതും അതിര് വിട്ടിട്ടുണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു നടപടി? എന്തായിരുന്നു ഈ ഒരു വിഷയത്തിൽ? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ പോലീസിന്റെ ഭാഗം? പോലീസിന്റെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയാൻ വയ്യ. പക്ഷെ അവര് കോളേജിന്റെ ഗേറ്റിൽ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5-6 പോലീസുകാരെ അവര് വിന്യസിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയാം. കോളേജിന്റെ വാഹനങ്ങൾ പുറത്തേക്കോ അകത്തേക്കോ പോകാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ഞാൻ വന്നിട്ട് DGP-യെ കണ്ടു, അതുകൂടാതെ റൂറൽ SP-യെ കണ്ടു. റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം ഞാൻ DYSP കാട്ടാക്കടയെ വിളിക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ട് അവരെല്ലാം പറയുന്നുണ്ട് ഞങ്ങളെല്ലാം വേണ്ടത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവർ ഈ കാര്യങ്ങളെല്ലാം പ്രോട്ടോകോൾ പ്രകാരം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ വഴിയാണ്. കാരണം അതാണ് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലാണ് ഡിസംബർ വരെ. ഈ ഡിസംബറിനകത്ത് ഞങ്ങൾ ഈ കോളേജ് പൂട്ടും എന്ന് പറഞ്ഞു. ഇവിടെ മുമ്പ് ഒരു കോളേജ് ഉണ്ടായിരുന്നു, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വർക്ക് ചെയ്തിരുന്നു. ഈ കോളേജ് ഉള്ള സമയത്തും ഈ ഗുണ്ടകൾ അവിടെ സ്ഥിരമായി അക്രമം അഴിച്ചുവിടുകയും കോളേജിനെ വളരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് അവിടെ ആ നാട്ടിലെ കുറച്ച് ആൾക്കാരിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. പക്ഷേ ഇതിന്റെ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവരതിന്റെ പുറകെ പൂട്ടാൻ നടക്കുകയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി 100 സീറ്റ് B-Pharmacy കോഴ്സിന് അപ്രൂവൽ കിട്ടിയ ഒരു കോളേജാണ് എന്റെ സ്ഥാപനം. പക്ഷേ ഗോകുൽ പിന്നെ അതുപോലെ തന്നെ
ഈ ശ്യാംലാൽ എന്ന വ്യക്തി, പിന്നെ ഒരു പഞ്ചായത്തിന്റെ മെമ്പറുണ്ട്. ഈ ശ്യാംലാൽ എന്ന വ്യക്തിയും എന്റെ കോളേജിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ആ അടുത്തുള്ള പ്രദേശത്തെ പഞ്ചായത്തിലെ മെമ്പറാണ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊരു മെമ്പർ വരുന്ന സമയത്ത് അവർ പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് ആണല്ലോ പഞ്ചായത്ത്. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് നമ്മൾ എന്തായാലും അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുക. പിന്നെ അവർ ഇടയ്ക്ക് ഒരാളെയും കൊണ്ടുവരും, അവർ പോലീസ് ഇന്റലിജൻസ് എന്നുള്ള ഒരാളാണെന്ന് പറയും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, കുഴപ്പമില്ല, നിങ്ങൾ പോലീസ് ഇന്റലിജൻസ് വന്നതാണെന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ID കാർഡ് കാണിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് ID കാർഡ് അപ്പൊ കാണിക്കേണ്ട, അപ്പൊ അവർക്ക് കോളേജിനകത്തേക്ക് കയറണ്ട. 4ഓളം പ്രാവശ്യം അവർ പോലീസിന്റെ ഇന്റലിജൻസ് എന്നുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നെഗറ്റീവായ അപ്രോച്ചാണ് ഞാൻ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത്. ഈ വരുന്ന ഈ ആരാണോ ഈ KSUക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡന്റ് യൂണിയൻ ആണെങ്കിൽ ഒരു ഏജ് ഉണ്ട്, പക്ഷെ ഇവരെല്ലാം ഒരു ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവരോട് വളരെ നല്ലൊരു മനോഭാവമാണ് പോലീസിനുള്ളത്. അതായത് മുംബൈ SI ആയിരുന്ന കിരൺ എന്ന വ്യക്തിക്കും, അതുകൂടാതെ ഈ മാറനല്ലൂർ CI ആയിരുന്ന നമ്മുടെ CI ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് CI ആയിരിക്കുന്നത്, ഷിബു എന്ന സാറും. ഇവരെല്ലാം അവരോട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മിനിഞ്ഞാന്ന് എന്റെ കോളേജിൽ പ്രശ്നം ഉണ്ടായപ്പം ഈ മാറനല്ലൂർ CI ആയുള്ള ഈ ഷിബു എന്ന സാറ് വണ്ടിയിൽ നിന്ന് പോലും പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇവ അവരോട് ഡിസ്കസ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം 7 മണി മുതൽ 7:30 8 മണി വരെയുള്ള ചർച്ചയിൽ അവർ തീരുമാനിച്ച ഒരു നാടകമാണ് എന്റെ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് പന്തൽ കെട്ടി സമരം ചെയ്യാമെന്നുള്ളത്. ആ സമരം ചെയ്യുന്ന കുട്ടികളൊന്നും അവിടെ പഠിക്കാൻ വന്ന കുട്ടികളല്ല. 4 മാസം 3 മാസം ക്ലാസ്സിൽ വരിക, അതിനുശേഷം കോളേജിലേക്ക് വരാത്ത കുട്ടികളാണ്. പ്രിൻസിപ്പളെ ഏകദേശം 6 മണിക്കൂർ നേരത്തോളം ആ മാഡത്തിനെ അവർ വെള്ളവും കുടിക്കാൻ സമ്മതിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല, ആ സീറ്റിൽ നിന്ന് എണീക്കാൻ പോലും സമ്മതിക്കാതെ ലാസ്റ്റ് ഈ ടീച്ചറുടെ ഹസ്ബൻഡ് വന്ന സമയത്ത് ഇവരവരെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇപ്പൊ പുതുതായി ചാർജ് എടുത്ത SI ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ പ്രിൻസിപ്പളുടെ ഹസ്ബൻഡിന് മെല്ലെ നയത്തിൽ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഈ പ്രിൻസിപ്പൾ ഇന്നും കോളേജിൽ വന്നിട്ടില്ല, കാരണം അവർക്ക് വരാൻ പേടിയാണ്. ഇവര് പറഞ്ഞത് നിങ്ങളെ വീട് വളഞ്ഞ് ഞങ്ങൾ ആക്രമിക്കും എന്നാണ് പറയുന്നത്. ഈ ലെവലിലുള്ള ഒരു സംഭവമാണ്. തിരുവനന്തപുരത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. ഇവിടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. വളരെ മോശമായ നടപടിയാണ്. അതായത് ഇപ്പോ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഭാവിയാണ് ഈ സമയം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ഇടപെടൽ, അവർ കൊടുക്കുന്ന ഒരു ആവേശം, അത് പല വിദ്യാർത്ഥികൾക്കും നെഗറ്റീവായിട്ട് കൂടെ മാറുന്നുണ്ട് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം കൂടെ ഇവിടെയുണ്ട്. എന്തായാലും ഇത് അധികാരികളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ നിങ്ങളും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പൊതുജനങ്ങളും അവയർനെസ് ആയിരിക്കുക എന്നുള്ളതാണ്. ആ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലൊരു നടപടി എടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ.